അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വിദ്യാഗിരി കുന്നിൽ കയറാൻ തുടങ്ങി. ഏകദേശം 700ഓളം സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ഒരു കുന്നിൽ കയറേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട കുളത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ കുത്തനെയുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയതിനു ശേഷം ആദ്യത്തെ അമ്പലത്തിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ദർശനം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 100ഓളം സ്റ്റെപ്പുകൾ ഇനിയും കയറി വേണം ബാഹുബലി പ്രതിമയെ കാണാൻ. 10ാം നൂറ്റാണ്ടിൽ ഗംഗരാജവംശത്തിലെ മന്ത്രിയായ ചാവുണ്ഡരായനാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചത്. ഈ കാണുന്ന ഗോമടേശ്വര പ്രതിമയാണ് ബാഹുബലി പ്രതിമ എന്നറിയപ്പെടുന്നത്. ഈ ഒരു പ്രതിമക്ക് 57 അടി ഉയരമാണുള്ളത്. ഇത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമകളിൽ ഒന്നാണ്. ഇവിടുത്തെ പൂജകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഒരുപാട് കൊത്തുപണികളും ഇടനാഴികളും ചരിത്രത്തിന്റെ അവശേഷിപ്പുകളും ഈ ഒരു അമ്പലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ നിന്നുള്ള കാഴ്ചയും ഈ ഒരു കാലാവസ്ഥയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് തരുന്നത്. ചരിത്ര പ്രധാനം കൊണ്ടും അതിമനോഹരമായ കാഴ്ചയും തണുത്ത കാലാവസ്ഥയുമുള്ള ഈ ഒരു സ്ഥലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഭക്ഷണം ഉൾപ്പെടെ ഒരാൾക്ക് 800 രൂപയിൽ താഴെ മാത്രമേ ഈ ഒരു യാത്രയ്ക്ക് ചെലവായുള്ളൂ. ഞങ്ങളെക്കാൾ വേഗത്തിലായിരുന്നു പ്രായമായവർ ആ മല കയറിയതും ഇറങ്ങിയതും.